സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഒരു കോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും പപ്പായയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പപ്പായ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് വേവിച്ചത് 3 ക്യാരറ്റാണ് എടുത്തത്, പോമഗ്രാനൈറ്റ്, കുറച്ച് നട്ട്സും കോൺഫ്ലേക്സും എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മധുരം, നല്ല തണുത്ത പാല്, വാനില ഐസ്ക്രീം. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് പപ്പായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായ മിൽക്ക് ഒഴിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഐസായ മിൽക്കാണ്. ഇനി ആവശ്യത്തിന് മധുരം, ഇനി വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരു 1-2 സ്പൂൺ ഇട്ടാൽ മതി. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ആദ്യം തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കാഷ്യൂ നട്ട്, ബദാം, പോമഗ്രാനൈറ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് സെർവ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ടെടുക്കാം. ഇതും കൂടി ഇടുമ്പോൾ ഈ കണ്ണൂർ കോക്ടെയിലിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായിട്ട് കാണാം. ബൈ.